ജിറ്റിഫ് വിളിച്ചാലൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയതാ, പിന്നെ അറിഞ്ഞത് അത് വലിയൊരു മാഫിയുടെ. അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ പുറപ്പെടാം. നിങ്ങൾ രണ്ടുപേരും റെഡി അല്ലേ? എന്റെ കൂടെ തന്നെ നിങ്ങൾ പറഞ്ഞു വരണം. വേറെ ദിശയിലോട്ടും പോകണ്ട. ലൊക്കേഷൻ എല്ലാം നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, ആ സ്ഥലത്തോട്ടാണ് എത്തിക്കേണ്ടത്. കണ്ടെയ്നേഴ്സ് എല്ലാം ഫ്ലൈറ്റിനകത്ത് കയറ്റിയിട്ടില്ലേ? അപ്പൊ നമുക്ക് പുറപ്പെടാം. ഇനി ഞാൻ ഇൻസ്ട്രക്ഷൻ തരാം, അതുപോലെ എല്ലാം സ്റ്റാർട്ട് ചെയ്തു. പൈലറ്റ് നമ്പർ 1 റെഡി അല്ലേ? ആ ശരി സാർ, ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പൈലറ്റ് നമ്പർ 2 നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ? നമ്മൾ ഒരുമിച്ചാണ് പറക്കാൻ പോകുന്നത്, അതുകൊണ്ട് എല്ലാരും ഇഞ്ചിൻ ഓൺ ആക്കിക്കോ. സാർ, ഞാൻ എഞ്ചിൻ ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്കിപ്പോ തന്നെ പുറപ്പെടാം. നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാം ചെയ്തേക്കുന്നേ. ഓക്കെ, അപ്പോൾ നമുക്ക് പുറപ്പെടാം. ഈ കണ്ടെയ്നേഴ്സ് എല്ലാം നമ്മൾ പുറമെ സ്ഥലത്ത് എത്തിക്കണം, അതാണ് നമ്മുടെ ഡ്യൂട്ടി. അതുകൊണ്ട് പതുക്കെ വാ, എന്നെ ഫോളോ ചെയ്ത് തന്നെ വരണം. അതിന് കുറച്ചായിട്ട് സ്പീഡ് കൂട്ടിക്കോ. നമ്മളിപ്പോ പുറക്കാൻ തുടങ്ങുകയാണ്. ചേട്ടൻ നമ്മളിപ്പോ പുറത്ത് തുടങ്ങി. ഇനി കുറച്ചും കൂടെ മേലോട്ട് പോകുമ്പോ പിന്നെ നേരെ പറഞ്ഞാൽ മതി. ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. എന്താ ഒരു മോർണിംഗ് കാണിക്കുന്നത്? നമ്മുടെ ഫ്ലൈറ്റിന് കുഴപ്പമുണ്ടെന്ന് തോന്നല്ലോ. നമ്പർ 2, നിങ്ങളുടെ ഫ്ലൈറ്റിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതെ സാർ, എന്തോ ഒരു കുഴപ്പമുള്ള പോലെ തോന്നുന്നുണ്ട്. റൈറ്റ് സൈഡിൽ എഞ്ചിൻ എന്തോ ഒരു പ്രശ്നമുണ്ട് സാർ. ഇവിടെ വാണിംഗ് കാണിക്കുന്നുണ്ട് സാർ. എന്തോ പ്രശ്നമുണ്ട് സാർ. അയ്യോ, എന്റെ ഫ്ലൈറ്റ് ഇങ്ങോട്ട് കൺട്രോൾ വിട്ട് പോവാ സാർ. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കേ. ഇനി എനിക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇത് തലകുത്തിനെ മറിയുന്നത്. റൈറ്റ് സൈഡ് എഞ്ചിൻ ഫുൾ ആയിട്ട് കത്തിപ്പോയി സാർ. ഞാൻ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുവാ. Oh my god, ഫ്ലൈറ്റ് നമ്പർ 2 അത് മൊത്തത്തിൽ ബ്ലാസ്റ്റ് ആയി. ഈ പൈലറ്റിന് നല്ലപോലെ ഓടിക്കാൻ അറിയാമോ? ഞാൻ പ്രതീക്ഷിച്ചത് എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്റെ ഫ്ലൈറ്റിന് വല്ല പ്രശ്നമുണ്ടല്ലോ. റൈറ്റ് സൈഡ് എഞ്ചിന് തന്നെ പ്രശ്നം വന്നേക്കുന്നേ. ഇത് ആ ഫ്ലൈറ്റിന് സംഭവിച്ച പോലെ തന്നെ എന്റെ എഞ്ചിന് കത്താൻ തുടങ്ങി. സാർ, നിങ്ങളുടെ ഫ്ലൈറ്റിന് തീ കത്തി തുടങ്ങി. എനിക്ക് അത് പ്രശ്നമാണെന്നാ തോന്നുന്നത്. എന്റെ എഞ്ചിൻ ഫെയിലിയർ ആണോ? ഇനി എനിക്ക് പറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്റെ ഫ്ലൈറ്റ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുവോ? ഈ ഫ്ലൈറ്റ് താഴെ വിടാൻ സമ്മതിക്കരുത്. ഇതിനെ എങ്ങനെയെങ്കിലും മേളിലോട്ട് പറത്തണം. ഇത് ആൾക്കാരുടെ സ്ഥലമാണ്. ഈ സ്ഥലത്തെ കാണാൻ വീണ് കഴിഞ്ഞാൽ എന്തെങ്കിലും വലിയ പ്രശ്നമാവും. പൈലറ്റ് നമ്പർ 1 സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലല്ലോ. അതിനെന്തോ പറ്റിയിട്ടുണ്ട്. എവിടെ തനിക്ക് എന്തോ പറ്റി? സാർ, ഞാൻ താഴെ വീണേ. ഓ മൈ ഗോഡ്, ഞങ്ങൾ വന്ന ഈ 3 ഫ്ലൈറ്റിന് എന്തോ പ്രശ്നമുണ്ട്. ഇത് അവർ മനഃപൂർവ്വം ചെയ്ത് ഞാൻ തോന്നുന്നത്. എവിടെ താഴെ അതിന് വേഗം ഇറങ്ങാൻ നോക്ക്. പറ്റുന്നില്ല സാർ. ആ ഫ്ലൈറ്റ് അവിടെ താഴെ പോയി ലാൻഡായി. അത് പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് അവർ വേഗം ഇറങ്ങിയാൽ മതിയായിരുന്നു. ഓ മൈ ഗോഡ്, അതും പൊട്ടിത്തെറിച്ചു. അവന് ചത്തുപോയെന്നാ തോന്നുന്നത്. അതിനകത്തുള്ള കണ്ടെയ്നർ സേഫ് ആയാൽ മതിയായിരുന്നു. എനിക്കിത് എവിടെയും നിർത്താൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. ഞാനിത് നിർത്തിക്കഴിഞ്ഞാൽ ഇതും ബ്ലാസ്റ്റ് ആവും. അതിന് മുമ്പ് ഇതിനെ സേഫ് ആയിട്ടുള്ള എവിടെയെങ്കിലും എത്തിക്കണം. ദൈവമേ, ഞാനിപ്പോ ഈ മലയിൽ തട്ടുവെന്നാ തോന്നുന്നത്. ഇതിനെ എങ്ങനെയെങ്കിലും മേലോട്ട് പൊക്കിക്കൊണ്ട് പോകണം. പൊങ്ങി വന്ന് ആദ്യം ഞാൻ ഈ ഫ്ലൈറ്റിലുള്ള കണ്ടെയ്നേഴ്സിനെ എല്ലാം എങ്ങനെയും ഇജിക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. ആ കണ്ടെയ്നർ നഷ്ടപ്പെട്ടു പോയ അയാൾ എന്റെ കുടുംബത്തിൽ